ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. നമ്മൾ കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളെ സ്റ്റോക്കൊക്കെ ഇറക്കാൻ കുറച്ച് വൈകി നമ്മുടെ പ്ലാന്റുകളെല്ലാം. അപ്പോൾ ഇത്തവണ നമ്മൾ അടിപൊളി സ്റ്റോക്കാണ് ഇറക്കിയിട്ടുള്ളത്. അഡീനിയത്തിൻ്റെ നല്ല കോഡക്സ് ഉള്ള നല്ല പ്ലാന്റാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ അഡീനിയം പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന മോർണിംഗ് ഗ്ലോറിയുടെ വിത്ത് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ് വാങ്ങിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ തരുന്നതായിരിക്കും. അപ്പോൾ വിത്ത് അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി കഴിഞ്ഞു പോയാൽ നമ്മളത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്നവരോട് പറയുന്നതായിരിക്കും. മിക്കവാറും കഴിയില്ല, അത്രയും നമ്മുടെ കയ്യിൽ സീഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞു പോയാൽ ഞാൻ പറയാം കേട്ടോ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ അഡീനിയം പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് എല്ലാവരും നമ്മൾ സീഡ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ. എന്നാൽ മാത്രമേ ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ നമ്മൾ 32 വെറൈറ്റിയാണ് അഡീനിയം നമ്മൾ ഇറക്കിയിട്ടുള്ളത്. നല്ല കോഡക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റിൻ്റെ സൈസുകൾ നമ്മൾ ഈ 32 വെറൈറ്റിയുടെയും സൈസ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഫോട്ടോസ് സഹിതം കാണിക്കുന്നത് ഒരു 3-4 പ്ലാന്റ് നമ്മളിങ്ങനെ കാണിക്കുന്നുള്ളൂ. പിന്നത്തെ കോഡക്സ് ഒക്കെ നമ്മളൊന്ന് ഓടിച്ചിട്ട് കാണിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, വീഡിയോ ലെങ്ത് ആവണ കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ ഏതൊക്കെ ഫ്ലവർ ആണെന്നുള്ളത് 32 വെറൈറ്റി നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ദയവ് ചെയ്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയണ കാര്യങ്ങൾ എല്ലാവരും കേൾക്കാട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കേട്ടിട്ട് മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക. വേഗം ഓടിച്ചാടിയൊന്നും ഓർഡർ ചെയ്യാതെ കേട്ടോ. അപ്പോൾ നമ്മൾ കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട്, അല്ല പെർ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ റേറ്റ് തന്നിട്ട് നിങ്ങൾക്ക് സമാധാനപ്പെടാല്ലേ. അപ്പോൾ റേറ്റ് ഞാൻ പറയുകയാണ്. നമ്മൾ 1-2 പ്ലാന്റൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്ലാന്റിന് 140 രൂപ പ്ലസ് CCA വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ. വെറും 140 രൂപ കേട്ടോ. അതല്ല നമുക്ക് 5 പ്ലാന്റായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ ഉണ്ട്. 5 പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ 675 രൂപ പ്ലസ് CCA നിങ്ങൾക്ക് ആവുന്നുള്ളൂ കേട്ടോ. വെറും 675 ആവുന്നുള്ളൂ. 5 അടിപൊളി ഹൈബ്രിഡ് മൾട്ടി പെറ്റൽ അഡീനിയം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അതല്ല ഇനി 10 പ്ലാന്റായിട്ട് കോംബോ ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് ഒന്നും കൂടിയും കുറച്ചിട്ടുണ്ട്. അപ്പോൾ 10 പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ 1200 രൂപ പ്ലസ് CC ആണ് നമ്മൾ കൊടുക്കണത് കേട്ടോ. അപ്പോൾ 120 രൂപയുള്ളൂ ഒരു പ്ലാന്റിന് കേട്ടോ. അപ്പോൾ 10 പ്ലാന്റായിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ലാഭം. ഒരു പ്ലാന്റിന് വെറും 120 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ സ്റ്റോക്ക് ഇറക്കിയതിന് ശേഷം സാഫ് എന്ന് പറയണ ഫംഗിസൈഡിലൊക്കെ മുക്കി ഉണക്കി അതിനെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കീടബാധങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ കിട്ടണതാണല്ലോ, കൊറിയറൊക്കെ അയച്ച് കിട്ടണതാണ്. അങ്ങനെ മുക്കി വെച്ചേക്കണ പ്ലാന്റുകളാണ് ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അയക്കണതിൻ്റെ ദിവസം നമ്മൾ പ്ലാന്റിന് നനവൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ലീഫ് നിങ്ങൾ പ്ലാന്റിൻ്റെ എപ്പോഴും അഡീനിയം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലീഫല്ല പ്രധാനം, അതിൻ്റെ കോഡക്സ് ആണ് കേട്ടോ. അപ്പോൾ ലീഫ് ഇത് വെച്ച് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സെയിം പ്ലാന്റ് തന്നെ ഇവിടെ പോട്ട് ചെയ്തിട്ട് നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷം എടുത്ത് വെച്ച വീഡിയോ ഉണ്ട്. 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തെളിവിന് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ലീഫില്ലാത്ത പ്ലാന്റുകളാണ് നമ്മളിങ്ങനെ പോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഡക്സ് എപ്പോഴും നിങ്ങൾ ഹെൽത്തി ആണോ എന്ന് നോക്കി വാങ്ങിച്ചാൽ മതി. അഡീനിയം വാങ്ങിക്കുന്നവർക്കും വളർത്തുന്നവർക്കും അറിയാൻ പറ്റും. കോഡക്സ് ഹെൽത്തി ആണെങ്കിൽ നമ്മളുടെ പ്ലാന്റും ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതുമ്മിൽ ലീഫൊക്കെ പൊട്ടി മുളച്ച് വരും. ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ ഇനിത് കിട്ടിക്കഴിഞ്ഞിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ. അതായത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലാനിൻ്റെ സൈസ് കാണിച്ചിടുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഓരോരുത്തർക്ക് പ്ലാനിൻ്റെ സൈസ് കാണിച്ചു കൊടുത്ത് പിന്നെ അവർ അത് ക്യാൻസൽ ചെയ്തു, അപ്പോൾ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുമല്ലോ, ആ സമയത്ത് നമ്മൾ പാക്കിംഗ് വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് അയക്കണം പ്ലാനിൻ്റെ ഫോട്ടോ
ഫോട്ടോസും വീഡിയോസും നമ്മൾ കാണിച്ചു തരും കേട്ടോ. എന്നിട്ട് മാത്രം നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മതി. അതല്ല ഇതിൻ്റെ ഇടയിൽ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കും, അങ്ങനെ ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്ലാന്റ് ഇടവിട്ട് അത് 10-20 പേർക്കോ നമുക്ക് ഒരു ദിവസം അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത ഓർഡർ അനുസരിച്ചിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട കാര്യം ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ. കാരണം നമ്മൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണിച്ചിട്ടാണ് പ്ലാന്റ് അയച്ചു തരുന്നത്, അത്രയും സേഫായിട്ടിരിക്കും അയക്കുന്നത്. പക്ഷേ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സർവീസ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, എല്ലായിടത്തെ സർവീസ് നമുക്കറിയില്ലല്ലോ. അതിന് വേണ്ടിയാണ് നമ്മൾ അൺബോക്സിങ് വീഡിയോ മസ്റ്റ് പറയണം കേട്ടോ. അപ്പോൾ അൺബോക്സിങ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്ലാന്റിന് വല്ല ഡാമേജോ എന്തെങ്കിലും ഒടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്യാഷ് റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കോഡെക്സ് നമ്മുടെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പറയും കോഡെക്സ് നന്നായിട്ട് ചീഞ്ഞു പോയി ജാമായി എന്നൊക്കെ. പക്ഷേ അതൊരിക്കലും നമ്മുടെ കോഡെക്സ് ചീഞ്ഞു പോയതല്ല. നമ്മുടെ ഈ പ്ലാന്റ് അയക്കണേൻ്റെ അന്ന് നിങ്ങൾക്ക് വാട്ടർ ഒന്നും സ്പ്രേ ചെയ്യില്ല, കാരണം ഡ്രൈ ആയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അയക്കണത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ വെള്ളം കുറയുമ്പോഴോ അല്ലെങ്കിൽ കൂടുമ്പോഴോ കോഡെക്സ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണ കാണാം കേട്ടോ. അത് നിങ്ങൾ പോട്ട് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് ടൈറ്റായി വരും കേട്ടോ. അല്ലാതെ കോഡെക്സ് ചീഞ്ഞു പോയതൊന്നുമല്ല. അത് പോട്ട് ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ പ്ലാന്റ് ടൈറ്റ് ആവും കേട്ടോ, കോഡെക്സ് ടൈറ്റ് ആവും. കാരണം നമ്മൾ ഇവിടുന്ന് ഡ്രൈ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. പിന്നെ പോട്ട് ചെയ്യാൻ അറിയാത്തവർ ദയവ് ചെയ്ത് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, നമ്മൾ പോട്ട് ചെയ്യണ കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം, നമ്മുടെ ഫ്ലവറിൻ്റെ ഫോട്ടോസ് അയക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടീനത്തിൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ഈ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ പരമാവധി വിളിക്കാതിരിക്കുക, മെസ്സേജ് ചെയ്തിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ റിപ്ലൈക്ക് വൈകിയതിന് ആരും വിഷമം വിചാരിക്കേണ്ട കേട്ടോ. എല്ലാവർക്കും നിങ്ങൾ മെസ്സേജ് ചെയ്ത ഓർഡറും ടൈമും അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ കണ്ടോ, ഇത് നമ്മൾ 2 ആഴ്ച ആയിട്ടുള്ളൂ പോട്ട് ചെയ്തിട്ട്. ഇതുപോലത്തെ ലീഫ് ഇല്ലാത്ത പ്ലാന്റുകൾ നമ്മൾ പോട്ട് ചെയ്തിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം അതുമ്മേൽ ലീഫുകൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വരും കേട്ടോ. പിന്നെ പോട്ട് ചെയ്ത് അപ്പം തന്നെ നിങ്ങൾക്ക് വെയിലത്ത് വെക്കാവുന്നതാണ്. ഇതിന് ശേഷം ഇനിയിപ്പോൾ ഈ ലീഫ് വന്നതിന് ശേഷം ചിലപ്പോൾ അതുമ്മേൽ അപ്പം തന്നെ വരും ബഡ്, അല്ലെങ്കിൽ ലീഫ് വന്നതിന് ശേഷം ഇതുപോലെ ബഡുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം നമ്മൾ 3 മാസമായ പ്ലാന്റുകളാണ്. 3 മാസമായി ഇതുപോലത്തെ പ്ലാന്റുകൾ പോട്ട് ചെയ്ത് വെച്ച വീഡിയോ കേട്ടോ ഇത്. എല്ലാനും ഒരെണ്ണം പോലും ഫ്ലവർ ആവാതിരുന്നിട്ടില്ല, എല്ലാത്തിനും ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അൺബോക്സിങ് വീഡിയോ നിർബന്ധമായും എടുത്തു വെച്ചിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റും റീഫണ്ടൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കിട്ടുന്ന പ്ലാന്റുകളൊക്കെ പോട്ട് ചെയ്യണത് ഇതുപോലത്തെ പോട്ടിലായിരിക്കണം കേട്ടോ. ഈ ചെറിയ പ്ലാന്റുകൾ കൊണ്ടുപോയി വലിയ പോട്ടിൽ നിങ്ങൾ പോട്ട് ചെയ്യരുത് കേട്ടോ. ചെറിയ പോട്ടിൽ പോട്ട് ചെയ്യുക, എന്നിട്ട് ആ കോഡെക്സിൻ്റെ വലുതാവണ അനുസരിച്ച് നിങ്ങളത് മാറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും ഇനിയും പറയാനുണ്ടെന്ന് തോന്നുന്നു, വിട്ടുപോയിട്ടുണ്ടാവും. അതെനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണമെന്നുണ്ടായിരുന്നു, അത് നമ്മൾ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് ഭയങ്കര ലാഭമാണ് നിങ്ങൾക്ക് കേട്ടോ. ഹൈബ്രിഡ് ആയിട്ടുള്ള സിംഗിൾ പെറ്റലല്ല, എല്ലാവരും മൾട്ടി പെറ്റൽ തന്നെയാണ്. അപ്പോൾ ഇത്ര തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാണ്ടോ. ഇതൊക്കെ പൂവുണ്ടായി നിൽക്കണ നോക്കി, ഇതൊക്കെ നമ്മൾ ഈ സെയിം പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൂവുണ്ടായി നിൽക്കണതാണ് കേട്ടോ. നിറയെ പൂവുണ്ടാവുകയും ചെയ്യും, നന്നായിട്ട് നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരു പ്ലാന്റ് പോലും നമുക്ക് നശിച്ചു പോകില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവറിൻ്റെ വെറൈറ്റീസിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ 32 വെറൈറ്റീസ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി, നമ്മൾ അയക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ക്ലാരിറ്റി, ഇത് ഫോട്ടോയിൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും. സെയിം പ്ലാന്റ് തന്നെയാണ്, നമുക്ക് പൂവ് തന്നെയാണ് നമുക്ക് വിരിഞ്ഞ് കിട്ടണതും. പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ, ഫോട്ടോയിൽ അവർ കുറച്ച് ഇങ്ങനെ കളർ ഇത്തിരി കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഫോട്ടോസ് ഇട്ടുന്നത് തരുന്നത്. അതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ LZ37 എന്ന് പറയുന്ന പ്ലാന്റുകളെല്ലാം ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് നമ്മുടെ പ്ലാന്റുകളൊക്കെ കാണാൻ വേണ്ടി. പിന്നെ സെയിം ഏതാണ്ടല്ല, സെയിം അതുപോലെ തന്നെയാണ്. ക്ലാരിറ്റിക്ക് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ഇവിടെ പൂ വിരിയിച്ച് അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ.
അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. പ്ലാന്റിൻ്റെ വലിപ്പം, കോഡക്സിൻ്റെ വലിപ്പം ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഡാമേജ് ഉള്ള പ്ലാന്റുകളൊന്നും നമ്മൾ അയച്ചു തരുന്നതല്ല ആയിരിക്കില്ല. അപ്പോൾ ഇത്തവണ വന്ന പ്ലാന്റുകളൊന്നും അത്ര ഡാമേജ് ഇല്ലാത്ത പ്ലാന്റാണ് കേട്ടോ നമുക്ക് ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കണം. പിന്നെ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് നിർബന്ധമായും കയ്യിൽ കരുതുക. അതിലൊന്ന് 3 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ആയിരിക്കണം നമ്മുടെ പ്ലാന്റുകളെല്ലാം പോട്ട് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു അത് A171 എന്ന് പറയുന്ന കോഡ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കഴിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇങ്ങനെ 3 കളർ 4 കളർ കാണിക്കുന്നത് ഈ പ്ലാന്റ് 2 ദിവസം കഴിയുമ്പോൾ വെളിച്ചത് സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ കളറിൽ വേരിയേഷൻ വരുന്നതാണ് കേട്ടോ. അത് 3 കളറിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ. പിന്നെ കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട, ഇനിയും സ്റ്റോക്കുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ആയിരിക്കും നമ്മൾ ആദ്യം പ്ലാന്റുകൾ കൊടുക്കുക. ഓർഡർ ചെയ്ത് വെച്ചാൽ തന്നെ പോരാ, നമ്മൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ആയിരിക്കും നമ്മുടെ പ്ലാന്റ് ഓർഡർ അനുസരിച്ച് അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ചില അമ്മമാരായാലും ഒത്തിരി പ്രായമായ ആൾക്കാരായാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ അറിയില്ല എന്ന് പറയണവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കോൾ ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ളവർ മാത്രം വിളിക്കുക. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ മാത്രം, കസ്റ്റമേഴ്സ് മാത്രം നമ്മളെ വിളിച്ച് അന്വേഷിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് റിവ്യൂസ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് റിവ്യൂസുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മുടെ വാട്സപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ചിലത് മാത്രം നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോസ് അയച്ചു തരുന്ന മാത്രം നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ നിങ്ങൾ വാങ്ങിക്കാം. പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ അടിയിൽ B178 DB129 ഇങ്ങനെ, അതുപോലെ തന്നെ LZ16 എന്നൊക്കെ ആദ്യം കാണിച്ച കോഡുകൾ എഴുതി കാണിക്കുന്നുണ്ടാവും ഫ്ലവറിൻ്റെ പിക്ചേഴ്സുമല്ലൊക്കെ. അപ്പോൾ അതാണ് നിങ്ങൾ കോഡ് കേട്ടോ. നമ്പറായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്പർ ടൈപ്പ് ചെയ്ത് അയക്കുക. അല്ല ഫ്ലവറിൻ്റെ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഫ്ലവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുകൾ ഉണ്ടല്ലോ, അതാണ് കേട്ടോ കോഡ് എന്ന് പറയണത്. ആ കോഡ് ടൈപ്പ് ചെയ്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്കെങ്കിലൊക്കെ അടീനിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താലോ നമ്മൾ ഇടുന്ന സെയിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ, അയ്യോ അത് വീണ്ടും പറഞ്ഞു പോയി, അതൊരു രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു ഗാർഡനും വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്